കരുവാരക്കുണ്ടിലെ ടൂറിസത്തിൻ്റെ പേരിലും മറ്റൊക്കെ ആയിട്ട് കരുവാരക്കുണ്ടിൻ്റെ മലയോര മേഖലകളിൽ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് കരുവാരക്കുണ്ടിനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത് കരുവാരക്കുണ്ടിലെ ചേരി ഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണം, പ്രത്യേകിച്ച് സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വലിയ കുളങ്ങൾ നിർമ്മിച്ചുകൊണ്ടുള്ള പ്രവൃത്തി നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. നമുക്കറിയാം, അവിടെയൊക്കെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുവാരക്കുണ്ടിൻ്റെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് അത്തരം നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. മാത്രമല്ല, ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അറിവോടും സമ്മതത്തോടും ആണ് നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അനുമതികളില്ലാതെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒത്താശ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. ആ രീതിയിലുള്ള വളരെ അപകടകരമായ രീതിയിലുള്ള, പ്രത്യേകിച്ച് പാറകൾ പോലും പൊട്ടിച്ച് കുഴിച്ച് മണ്ണൊക്കെ എടുത്ത് വളരെ വലിയ ഏറ്റവും മുകളിൽ അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുകയും ആ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ജിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കലക്ടർ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ജിയോളജി ആ ഭാഗം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് അതിൻ്റെ വിവരം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് അത്തരം നിർമ്മാണ പ്രവർത്തികൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ഇപ്പോൾ ഈ ഒരു ടേമിൽ ഇടതുപക്ഷമാണ് കരുവാരക്കുണ്ട് ഭരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും പഞ്ചായത്ത് ഭരണസമിതിയും ബന്ധപ്പെട്ടവർ ഒറ്റക്കും കൂട്ടമായും ഒക്കെ ഇത്തരം പ്രവർത്തികൾക്ക് കൂട്ടുനിന്ന് കരുവാരക്കുണ്ടിൻ്റെ ജനത്തെ അപകടത്തിലാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതിൽ നിന്ന് പഞ്ചായത്ത് മാറി നിൽക്കുകയും ആരാണെങ്കിലും മുഖം നോക്കാതെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഈ പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീനിപ്പാടം ഭാഗത്തുള്ള അപകട തുടർച്ചയാണ്. 10-11 അപകടങ്ങളായി ഇപ്പോൾ അവിടെ നടക്കണം. ഇന്നലെ ദേശീയപാതയിലാണ്. ഇന്നലെ അവിടെ നടന്ന അപകടത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടു. മാത്രമല്ല, ഒരു സ്ത്രീ, അതിൻ്റെ ഉമ്മയും അതേപോലെ തന്നെ പെങ്ങളൊക്കെ വളരെ ഭയങ്കര പ്രയാസത്തിലാണ്, പൈസയിലുള്ളത്. അപ്പോൾ അവിടെ അത് തുടർച്ചയാകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എവിടെയെങ്കിലും ഡിവൈഡറോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് തടുക്കാൻ പറ്റുന്ന രീതി അവിടെ ചെയ്യണമെന്നും കൂടി സമയത്ത് ആവശ്യപ്പെടണം. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കണ്ണമ്പള്ളിയിൽ നടക്കുന്നത് വളരെ അത്യപൂർവമായ കൂമ്പൻ്റെ പാണ്ടൻ മലയുടെ തൊട്ട് താഴെ മീറ്ററുകൾ തൊട്ടടുത്താണ്. ഏത് കുട്ടിക്കും നോക്കിയാൽ കാണാം. ഇന്ന് വ്യാപകമായി ഇതിൻ്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. എത്ര മീറ്ററായി താഴ്ച എന്ന് കണ്ടാൽ നമുക്ക് ഭയപ്പെട്ടു പോകും. ഒരു കിണർ പോലെ അതിവിശാലമായി വിസ്തൃതമായി കുഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ വെള്ളം കെട്ടി നിർത്താനാണെന്നാണ് ഇതിൽ വോയിസിൽ നിന്ന് കേട്ടത് മനസ്സിലായത്. പക്ഷേ അതൊക്കെ പൊട്ടി ഒലിച്ച് കരുവാരക്കുണ്ടിനെ ഒന്നടങ്കം വിഴുങ്ങാൻ പോകുന്ന അത്ര ജലസംഭരണിയായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിലൊക്കെ പൂച്ചക്കാരും അടികെട്ടുമെന്ന് പറഞ്ഞതുപോലെ ഇതിൽ ഉദ്യോഗസ്ഥരും എല്ലാ ഭരണകക്ഷിയൊക്കെ ഒത്തുപിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടക്കുന്നത്. അത് കർശനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് ഒരു ജനപക്ഷത്തു നിന്നുകൊണ്ട് ആ നിയമവിരുദ്ധമായ ഇത്തരം പ്രവൃത്തികളെ മുഖം നോക്കാതെ ശക്തമായി എതിർക്കും. നമ്മുടെ കൽക്കുണ്ടിൻ്റെ മുകളിൽ ഭാഗത്ത് നടക്കുന്ന വലിയ കുഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു കിണറും കുളവും അല്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണുക തന്നെ വേണം. ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കളക്ടർ പറഞ്ഞത് ഇതൊരു ചെറിയ കുഴിയല്ലേ എന്നാണ്, ഇതിനാണ് നമ്മൾ വന്നിട്ടുള്ളതെന്നാണ്. പിന്നെ വീഡിയോ കണ്ട സമയത്ത് മുപ്പര് പോലും അമ്പരന്നുകൊണ്ട് അപ്പം തന്നെ അതിന് വേണ്ട ആളുകളൊക്കെ വിളിച്ച് സംസാരിക്കാനുണ്ടായത്. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് കരുവാരക്കുണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് കുഴി മൂടാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നതെന്നാണ് അവസാനം കേട്ടത്.
അതൊരു പഠനത്തിന് വിധേയമാകാൻ കളക്ടർ ഓടിട്ടൊരു സാധനത്തിന് പിന്നെ പോയിട്ട് അത് മൂടണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് മൂടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തന്നെ പോകണമെന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിനോട് കണക്ട് ചെയ്ത് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൽക്കുണ്ട് നടക്കുന്ന പല കെട്ടിട നിർമ്മാണങ്ങളും ഇതിന് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പഞ്ചായത്ത് തന്നെ പറയും. അത് അനുമതി ഇല്ലാതെയാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് പറയും. എന്നിട്ട് അതേ പഞ്ചായത്ത് തന്നെയാണ് എന്ത് ചെയ്യണത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. കരുവാരക്കുണ്ടിൽ നടക്കുന്നൊരു പ്രൊജക്റ്റ്, ഇവരെ മുന്നിൽ നടക്കുന്നൊരു പ്രൊജക്റ്റ്, ഈ നടക്കുന്ന പ്രൊജക്റ്റുകൾക്കൊന്നും അനുമതിയില്ല എന്ന് ഇവർ തന്നെ പറയുകയും എന്നാൽ അതൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധികാരികൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. അവർ കൃത്യമായി ഈ വിഷയങ്ങൾ ഇടപെടാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വയനാടൊക്കെ കണ്ടതുപോലുള്ളൊരു ദുരന്തം അതിവിദൂരമല്ല കരുവാരക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ പല സംഘടനകളും ഇവിടുത്തെ പഞ്ചായത്തിനൊക്കെ നിവേദനം കൊടുക്കുന്നത് കണ്ടു. പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്നുള്ളത് അവരുടെ ഒരു പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള കെട്ടിട നിർമ്മാണം കാണുമ്പോഴേക്ക് ഇവർക്ക് കൃത്യമായി ഇടപെടാൻ പറ്റും. അവിടെ ഇടപെടാതിരിക്കുന്നതിനർത്ഥം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ അറിവിലോട് കൂടിയിട്ടാണ്, അത് അവർ തുടർന്നോട്ടെ, നിങ്ങളതിനെക്കുറിച്ച് മിണ്ടണ്ട എന്നുള്ള സമീപനമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ നടത്താൻ യാതൊരു വിധത്തിലും ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ 100% ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാകുന്നത് വരെ കൂടെ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.